അപ്പൊ ഇതുവരെ പറഞ്ഞ മനസ്സിലായല്ല. അടുത്ത സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ 4 പേരും നമ്മൾ ആക്രമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ മനസ്സിലാക്കില്ലേ? പിന്നെ ഇങ്ങനെ മുട്ടൂത്തി വന്നിട്ട് എങ്ങനെ പ്രായത്തെ ബഹുമാനിച്ചാണ് പിള്ളേരൊന്നും ചെയ്യാത്തത്. എല്ലാരും കൊട്ടു കിട്ടിയാ തീർന്നു കേട്ടോ. ഹലോ ഹലോ, ഇവിടെ എന്താ എന്താ പരിപാടി? എന്നും മാഷല്ലേ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ വെറുതെ ഇരുന്നു. ഈ 2 കമ്പ് ഇതിന്റെ പേര് അതിന്റെ പേരറിയില്ല അല്ലേ? ഇതിന്റെ പേര് നെഞ്ചക്ക്. ഓ, ഇതാണ് ഞാൻ ഇട്ട് അടിച്ചിട്ട് നെഞ്ചത്ത് തന്നെ. ഇത് പിള്ളേരെന്തോ പഠിപ്പിക്കുന്നുണ്ട്. അല്ല, പിള്ളേരെ പഠിപ്പിക്കുന്ന പറഞ്ഞല്ലേ, ഈ ചില ക്ലാസ്സുകൾ ഞാൻ ഒളിഞ്ഞിരുന്ന് പിന്നെ കായങ്ങളൊക്കെ വെച്ചിട്ട് പഠിക്കില്ലേ, അതുപോലെ ഒളിഞ്ഞിരുന്ന് പഠിച്ച സമയത്ത് എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചാൽ എന്തോ ഒരു കുറവ് വന്നതുപോലെ. അപ്പൊ അത് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ക്ലിയർ ചെയ്യായിരുന്നു. അതെ 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 അതെ. അതൊന്നും പഠിച്ചില്ലേ മക്കളെ? അല്ലേ? അല്ല, അത് ഞാൻ പഠിപ്പിച്ചോളാം. ഞാൻ എന്റെ പിള്ളേരല്ലേ, ഞാൻ പഠിപ്പിച്ചോളാം. അല്ലെ, എന്നാലും എന്റെ വക ഒരു ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. മാഷേനെ പഠിപ്പിക്കോ? അതല്ലേ. ഓ, ഇങ്ങനെയാണ് പഠിക്കാനുള്ളത്. മനസ്സിലായോ? കണ്ടോ? ഫോസില സാധനം വരെ തെറിച്ചു പോയി. കരാട്ട പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, മോഹമായിരുന്നു. പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പം കരാട്ട ഒന്ന് ഈ ഫ്ലോറിൽ വെച്ചൊന്ന് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാനുമായിട്ടാണോ? നിങ്ങളായിട്ടല്ല, അല്ല, ശ്വേത ചേച്ചിയായിട്ട് എനിക്കൊരു ചേച്ചിയായിട്ട് എനിക്കങ്ങനെ നല്ല ഇടി ബോംബെ എന്ന് വരുന്നുണ്ട്. ചേച്ചിയോട് ചോദിക്കാൻ നോക്ക്. എന്തിന് ഇവിടെ എത്തും. പിന്നെ ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് വരാൻ താല്പര്യം ഇല്ലാത്ത പോലെ കേട്ടോ. അങ്ങനെ അല്ലല്ലോ, അത് പറഞ്ഞമല്ലോ. ഇത് വേറെ മൂഡിലാണേ. മ്യൂസിക് വന്നറിയാ. അയ്യോ, അല്ല, ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ പേടിക്കുന്നല്ല. എന്നാ പിന്നെ നമ്മൾ ആണുങ്ങളെ വില പോവില്ലേ? അയ്യോ, ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണിപ്പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണിപ്പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമരേ. എന്റെ കടൽക്കൊമ്പിലും ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചിന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ഉഴുന്നുവടയാണ് മോഹിച്ചത്, പക്ഷെ കിട്ടിയത് ഷവർമ. തൂക്കിയിട്ട് അടിക്കുമെന്ന് വിചാരിച്ചത്, പക്ഷെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായി അവിടെ. അതാണ് നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത. ശരിയായില്ല, കാരണം ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ കയറി വരരുത് കേട്ടോ. ആകെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനാ ഞാൻ ഇവിടെ വരുന്നത്, ബാക്കി മൊത്തം അവിടെ ഇരുന്ന് വെറുതെ ഇരുന്ന് ചിരിക്കുകയാണ്. അതിന്റെ അവസരം കൂടെ എന്നെ കളയാണ്ടിരിക്കില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ടു കോമഡി മാസ്റ്റർ. ഹലോ, റെഡിയല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ ഒന്ന് എയർപോർട്ടിൽ പോയിട്ട് വന്നാലോ? അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ പോകണം. ഇനി അങ്ങോട്ടേക്ക് പലരും എയർ നിൽക്കാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് പോവാം. എയർ പോവാണോ നിങ്ങള്? നമ്മൾ ഒന്ന് മാറി നമ്മളുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കോ? എന്താ ഞാൻ മാറി? കർണാടകയിലെ ഗ്യാങ് ലീഡറും ഭാര്യയും. ഫോട്ടോ കിട്ടി. ഇനി നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. താങ്ക് യു ഗൈസ്. പ്ലീസ് ബി സീറ്റഡ്. അങ്ങ് കൊണ്ടുപോകണ ചേച്ചി. അവിടെ ചെന്ന് ഒന്ന് എന്നെ കൊണ്ട് കളയാൻ വേണ്ടി കൊണ്ടുപോകണം. Oh my God. ഹലോ, നമ്മളാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. എന്താ നോക്കണേ? ഞാനേ ഫ്ലൈറ്റിൽ വെച്ച് ശ്രദ്ധിച്ചിരുന്നു, ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. എന്താ പേരെന്താ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഫുൾ ചീത്തപ്പേരാണ് എനിക്ക് നാട്ടിൽ. ചേട്ടന്റെ സ്വന്തം പേരെന്ന് പറഞ്ഞാ ഒന്ന് പരിചയപ്പെടാലോ. എന്റെ പേര് ആഹ്ലാദൻ. ഓ, ഞാൻ സന്തോഷ്. സെയിം പിച്ച്, സന്തോഷ് ആഹ്ലാദൻ. അടിപൊളിയല്ലേ? ആ പിച്ചാണ് ഈ കാണിച്ചത്. അതെ. ചേട്ടാ ഭയങ്കര പിച്ചായി പോയിട്ടാ. അതെ, ഞാൻ വർഷങ്ങളായി കുവൈറ്റില്ല. ഞാൻ വെറും വയറ്റില്ല.
അല്ല വെറും വയറ്റിൽ നിക്കരുത്. വെറും വയറ്റിൽ നിന്നാ ഗ്യാസ് വരും. എന്തെങ്കിലും എടുത്ത് കഴിക്ക്. അല്ല ഞാൻ എറണാകുളം വയറ്റിലാണ് എന്റെ സ്ഥലം എന്ന് പറഞ്ഞാണ്. അപ്പൊ അതാണല്ലേ കള്ളൻ. ഞാൻ വർഷങ്ങളായിട്ട് ഗൾഫിലായിരുന്നു. നിങ്ങളോ? ഞാൻ ഇതോടുകൂടി ഞാൻ ആദ്യമായിട്ടാണ് ഗൾഫിൽ കറങ്ങണത്. ഗൾഫിൽ കറങ്ങാൻ പോയണാ? കറങ്ങാൻ മാത്രല്ല ഒന്ന് കിറങ്ങാനും കൂടി പോയതാണ്. അത് ശരി, കിറങ്ങാൻ പോയതാണല്ലേ. ശരിക്കും നോക്കിയാ നിങ്ങള് ഫ്ലൈറ്റില് ഫസ്റ്റ് ടൈം വന്നു തോന്നുന്നു. ഞാൻ ഇതോടുകൂടി ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറുന്നത്. അതല്ല ഞാൻ ചോദിച്ചത്. അതല്ലേ ഞാൻ പറഞ്ഞത്. അതെ. നമ്മളെ ഫ്ലൈറ്റിന്റെ പൈലറ്റ് അത്, മറ്റേത് എയർ ഹോസ്റ്റസും. പിന്നെ എനിക്ക് ആ പെണ്ണുമ്പളെ അറിയാലോ. എങ്ങനെ അറിയാ? ഈ നമ്മുടെ ഫ്ലൈറ്റില് മദ്യവും ഭക്ഷണവും ഒക്കെ വിളമ്പണ വിൽക്കണ പെണ്ണുമ്പിള്ളത്. അതിന് എയർ ഹോസ്റ്റസ് എന്ന് പറയാ. അതെ, ഞാൻ ആ ഫ്ലൈറ്റിൽ നിന്ന് ഒരു സാധനം തന്നല്ല, ഒരു സാധനം കഴിച്ചില്ല. അതെന്താ? ഞാൻ ഈ എയർപോർട്ടിൽ ചെന്ന് ഒരു ചായ കുടിച്ചപ്പോ 150 രൂപ. അപ്പൊ ഫ്ലൈറ്റിൽ എന്തായിരിക്കും ചാർജ്? എന്റെ പൊന്നേട്ട ചേട്ടൻ ആദ്യമായിട്ടാണ്. അതെ, ശരിക്കും ഫ്ലൈറ്റിൽ ഫ്രീയാ ഫുഡ്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോ അതൊക്കെ ഇൻക്ലൂഡ് ആണോ? ആ സാർ ഒന്ന് മാറും ചേച്ചി. 290 ഒരു സോഡ. 290 ഒരു സോഡയും. അല്ല, അവിടെ ഫ്ലൈറ്റിൽ പൈസ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കിട്ടിയില്ല. അതുകൊണ്ട് അത് ഫ്ലൈറ്റിനകത്തേ കിട്ടുള്ളൂ, ഇവിടെ കിട്ടില്ല. ഓക്കെ, എന്നാ ഫ്ലൈറ്റിന്റെ അകത്തേക്ക് പോവാം. എന്തുവാണ് അല്ല, ഫ്ലൈറ്റിന്റെ ഡ്രൈവർ അല്ലേ? പൈലറ്റ്? ഓ, വയലറ്റ് അല്ലേ? പൈലറ്റ് അല്ല, പൈലറ്റ്. പിന്നെ ഫ്ലൈറ്റ് നിങ്ങൾ പറത്തില്ല ഇങ്ങനെ. ആ, അപ്പൊ ഈ തൊട്ടിയാട്ടത്തിൽ കയറുന്ന ഒരു ഫീൽ ആയിരുന്നു. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. അത് ഇറക്കിപ്പോ ഉള്ളാന്തി. ആണോ? ആ, അപ്പൊ താഴെ ഇറങ്ങിയപ്പോഴോ? 2-ാം തീയതി. ചേട്ടാ, പുള്ളി ഉദ്ദേശിച്ചത് താഴെ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോ ഒക്ടോബർ 2-ാം തീയതി എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഒക്ടോബർ 2-ാം തീയതി? ആ, 1-ാം തീയതി. ഇതെന്താണ് ഈ പറഞ്ഞത്? 2-ാം തീയതി, 1-ാം തീയതി, 1-ാം തീയതി, 2-ാം തീയതി എന്നൊക്കെ പറഞ്ഞത് ഇയാള്? സാറേ അതല്ല, ഒക്ടോബർ 2-ാം തീയതി കേട്ടപ്പോ പുള്ളിയുടെ 1-ാം തീയതി അതാണ് പുള്ളി പറഞ്ഞത്. ബിവറേജ് ഇല്ല. അതേത് ജില്ല? വോൾട്ടേജ് ഇല്ല എന്ന് കേട്ടിട്ടുണ്ടോ? ആ ജില്ലയുടെ തൊട്ടപ്പുറത്തെ ഓ, എനിക്ക് അറിയില്ലായിരുന്നു. താങ്ക് യു സർ. സാറേ, നിങ്ങൾ 2 ഡ്രൈവർമാര് ഫ്ലൈറ്റ് മേലെ കൂടെ ഓടിച്ചിങ്ങ് പോയില്ലേ? അപ്പൊ മറ്റേ ഡ്രൈവറിന്റെ ഇടക്കെടുത്ത് ചാടിയത്? അത് പുള്ളിയുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പൊ പുള്ളിയുടെ വീടെത്തിയപ്പോ പുള്ളി അതിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയതാണ്. അതെ സാറേ, ഫ്ലൈറ്റ് വെച്ച് ഇയാള് സീറ്റ് ബെൽറ്റ് ഇടില്ലായിരുന്നു. കോ പാസഞ്ചേഴ്സ് ബഹളം വെച്ചിട്ട് അയാൾ ഇട്ടത്. അതാണോ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് വേണ്ട യാത്ര ചെയ്യാൻ? അല്ലെങ്കിൽ അപകടമൊന്നും തനിക്കറിയില്ല? അല്ല, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കുന്നത് എനിക്കറിയാം സാറേ. പക്ഷേ ആകാശത്ത് പോലീസ് പിടിക്കില്ല. അതെന്താണ്? അവിടെ പോലീസ് ജീപ്പ് എങ്ങനെ പാർക്ക് ചെയ്യും? അതുകൊണ്ട് പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ മനപ്പുറം സീറ്റ് ബെൽറ്റ് ആയിരുന്നാണ്. എന്താ എന്റെ പേര്? ആഹ്ലാദൻ. ശരിക്കും പരാജിതൻ തനിക്ക് പേരുള്ളത്. ആയിക്കോട്ടെ, അച്ഛനോട് ഞാൻ പറയാം. സാറേ, ഇതുപോലത്തെ ഒരു സംഭവം വേറെ ഉണ്ടായി. ഞാൻ ഇന്നലെ എയർ ഇന്ത്യയില് ഗൾഫിൽ നിന്ന് വന്നോണ്ടിരിക്കാ നമ്മുടെ നാട്ടിലേക്ക്. ഇന്ത്യയിൽ എത്തിയപ്പോ ഭയങ്കര പ്രശ്നമായി സാറേ. എന്തുപറ്റി? തിരുവനന്തപുരത്ത് ഇറക്കേണ്ട ആൾക്കാരെ കണ്ണൂർ ഇറക്കി, കണ്ണൂർ ഇറക്കേണ്ട ആൾക്കാരെ കൊച്ചിയിൽ ഇറക്കി, കൊച്ചിയിൽ ഇറക്കേണ്ട ആൾക്കാരെ കോഴിക്കോട് ഇറക്കി. മൊത്തം ആ ഫ്ലൈറ്റിൽ എല്ലാരും എയർ പിടിച്ചിരിക്കായിരുന്നു സാറേ. അപ്പോഴാണ് ഫ്ലൈറ്റിന്റെ പേര് കറക്റ്റ് ആയത്. എന്ത്? എയർ ഇന്ത്യ. അത് ശരി. പിന്നെ നാട്ടിൽ പോകാൻ വേണ്ടി ട്രെയിനിൽ കയറി. അവിടെയും പ്രശ്നം. എന്ത് പ്രശ്നം? തീവണ്ടിയിൽ എല്ലാത്തിനും തീ പിടിച്ച വില തന്നെ. ഒരു ബിരിയാണി വെച്ചപ്പോ അതിന് തീ വില, പഴംപൊരി മേടിച്ചപ്പോ അതിന് തീ വില, എന്തിന് കുടിക്കണ വെള്ളം മേടിച്ചപ്പോ അതിനും തീ പിടിച്ച വില. അപ്പ വണ്ടിയുടെ പേര് ഓക്കെ ആയില്ലേ? എന്ത് ഈ വണ്ടി? നിങ്ങൾ എന്താ മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കില്ല. ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 2 ആഴ്ച മുമ്പ് ഫ്ലൈറ്റിൽ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളിങ്ങനെ 16,000 അടി ഉയരത്തിൽ ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിറയെ പാസഞ്ചേഴ്സ്. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഫ്ലൈറ്റിൽ കൊടുത്ത ഫുഡിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഫുഡ് ഇൻഫെക്ഷൻ അടിച്ചു. ആകെ 2 ടോയ്ലറ്റ് അല്ലേ ഉള്ളൂ. പാസഞ്ചേഴ്സിന്റെ ബഹളമാണ് ടോയ്ലറ്റിൽ. ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി അവിടെ ബഹളം. അപ്പൊ എന്റെ കോ പൈലറ്റിനും ഈ പ്രശ്നം തന്നെ അടിച്ചു. അയാൾ കോക്പിറ്റിൽ തുടങ്ങി നേരെ ടോയ്ലറ്റിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ജനം നിൽക്കുകയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ ഇയാളുടെ ഈ അസ്വസ്ഥത കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ തൊട്ടടുത്ത എയർപോർട്ടിലേക്ക് എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടി പെർമിഷൻ ചോദിച്ചു. അതേത് എയർപോർട്ട് സാറേ? മലേഷ്യ. കറക്റ്റ് ആണ്. അനുയോജ്യമായ പേരും മലേഷ്യ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. പറയുന്നുണ്ടോ? അങ്ങനെ അവര് നമുക്ക് പെർമിഷൻ നിഷേധിച്ചു. തന്നില്ല. വീണ്ടും ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൈലറ്റ് പറഞ്ഞു, സാറേ ഇത് നാറ്റ കേസാവും, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ നമ്മുടെ എയർപോർട്ടിൽ ഞാൻ ഒരു മെസ്സേജ് അയച്ചു. ഞാൻ ഫ്ലൈറ്റ് ഇടിച്ചിറക്കാൻ പോകണമെന്ന്. ഇടിച്ചിറക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോ തന്നെ എയർപോർട്ടുകാര് അപ്പൊ തന്നെ എയർ ആംബുലൻസ്, മറ്റേ ഫയർഫോഴ്സ്, ഈ വക സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഒരു ഗത്യന്തരമില്ലാതെ ഫ്ലൈറ്റ് ഇടിച്ച് അവിടെ ഇറക്കി ഉടനെ ജനം ചെതറി. ചെതറും ഈ സിറ്റുവേഷനിൽ ചെതറി ഓടിയതാണോ പറഞ്ഞു? സോറി.
അങ്ങനെ ഞാൻ നോക്കുമ്പോ ഫ്ലൈറ്റിന്റെ സൈഡിൽ നിന്ന് തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഫ്ലൈറ്റിൽ തീ പിടിച്ച്. പിന്നെ പെട്ടെന്ന് ഫയർഫോഴ്സ് വന്ന് തീ അണക്കാനായിട്ട് വെള്ളം ഇങ്ങനെ ഫോഴ്സിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആ. അപ്പോ കുറ്റിക്കാട്ടിന്ന് ഒരു കൈ പൊങ്ങിയേക്കുന്നു എന്റെ കോപ്പയിലിട്ട്. തൊട്ടടുത്ത ഒരു കുറ്റിക്കാട്ടിൽ. ബക്കറ്റ് വെള്ളം എനിക്ക് തന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അപ്പുറത്തെ ഇപ്പുറത്തെ കുറ്റിക്കാട്ടിന്നൊക്കെ കൈ പൊങ്ങിയേക്കാണ്. ഞങ്ങൾക്കും വേണം വെള്ളം. അപ്പൊ എന്ത് ചെയ്യുന്നത്? ഫയർഫോഴ്സ് ആ പമ്പ് എടുത്ത് അങ്ങ് വീശി അങ്ങ് അടിച്ചതോടെ എല്ലാം ശാന്തം. അല്ല സാർ ഇതെപ്പോ സംഭവിച്ചു? ഞാൻ അറിഞ്ഞില്ലല്ലോ. ബെസ്റ്റ് മിറാൻഡ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നല്ലോ. മിറാൻഡ ഇത്രയും വലിയൊരു ഫ്ലൈറ്റ് ക്രാഷ് നടന്നിട്ട് അറിഞ്ഞില്ല. സോറി സാർ, ഞാൻ എന്റെ ഫോണിൽ കാൻഡി ക്രഷ് കളിക്കുമായിരുന്നു. അടിപൊളി. സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫ്ലൈറ്റ് ഒക്കെ തകർന്നു പോയാലും കത്തിപ്പോയാലൊക്കെ ബ്ലാക്ക് ബോക്സിന് ഒരു കംപ്ലൈന്റ് വരില്ലെന്ന് കേട്ടല്ലോ സാർ? പറ്റില്ല. അതൊരു അതെന്താ? പ്രത്യേക മെറ്റീരിയലില് ആ സാധനം നിർമ്മിക്കുന്നത്. ഒരിക്കലും അത് കേടായി പോകില്ല. അതല്ലേ അതെ, ഒരു കാര്യം ചോദിച്ചേ, ഈ ബ്ലാക്ക് ബോക്സിന്റെ തകരാത്ത മെറ്റീരിയൽ വെച്ച് ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ പാടില്ലേ? എന്താ കുഴപ്പം? അതല്ലേ? തോൽവിയാണോ ഇയാള്? ആദ്യമായിട്ടായതുകൊണ്ടാ സാറേ. ആ. ശരിക്കും ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുമ്പോ ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. പറ്റാറുണ്ട്. എനിക്ക് ടിഷ്യൂന്റെ സംഭവം ഒരു പ്രശ്നം പറ്റി ഈ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് പോകുമ്പോ. അബദ്ധം പറ്റിയ നെയ്റോസ് എന്ന് വന്ന് പറയൂലോ നമ്മൾ. നെയ് റോസ്റ്റ് അല്ല, എയർ ഹോസ്റ്റൽ. നമ്മുടെ ഈ ബാത്റൂമിൽ പോകുമ്പോ ടിഷ്യൂ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് യൂസ് ചെയ്യണമെന്ന് പറയും. അതാ ഇങ്ങനെ യൂസ് correct ആണല്ലോ. ചെയ്യണമെന്ന് എയർ ഹോസ്റ്റ് വന്ന് പറയാൻ. പക്ഷെ എനിക്ക് ഒരു ടെസ്റ്റ് സംഭവിച്ചു. ഞാൻ യൂസ് ചെയ്ത് ഇങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ? അങ്ങനെ. അതെ 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 അതെ. നമ്മുടെ ഹൈവേയിലൊക്കെ നല്ല ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എടോ ഹൈവേ അല്ലടോ, റൺവേ ആണ്. റൺവേ എന്താണെന്ന് അറിയില്ല തനിക്ക്? ദിലീപിന്റെ പടവല്ലേ, വാളയാർ പരമശിവം, അതല്ല റൺവേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആയിക്കോട്ടെ. ഹലോ സാർ. സാറേ അത് ഞാൻ പറഞ്ഞല്ലോ, അന്നേരത്തെ ഒരു സിറ്റുവേഷനിൽ എമർജൻസി ലാൻഡിങ് വേണ്ടി വന്നു, അതുകൊണ്ടല്ലേ ഞാൻ ചെയ്തത്. സാറേ അങ്ങനെ, സാറേ പ്ലീസ്. എന്താ സാറേ, എനി പ്രോബ്ലം? ഞാൻ പറഞ്ഞില്ലേ 2 ആഴ്ച മുമ്പ് എനിക്ക് ഫ്ലൈറ്റ് ഇടിച്ചിറക്കേണ്ടി വന്നു. എനിക്കിപ്പോ സസ്പെൻഷൻ. കൺഗ്രാറ്റുലേഷൻസ്. പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോ പെൻഷൻ അല്ലടോ, എന്നെ താൽക്കാലികമായിട്ട് പിരിച്ചു വിട്ടുന്ന ജോലിയിൽ. അയ്യോ, അപ്പൊ പിന്നെ സാർ എങ്ങനെ ജീവിക്കും സാറേ? അതൊക്കെ എന്റെ കയ്യിൽ വഴിയുണ്ട്, ആ കാണിച്ചു തരാം. അയ്യോ ഇതാരാ? സാഗർ ഏലിയാസ് ജാക്കി. തിരുവനന്തപുരത്തെ ഏതെങ്കിലും മിമിക്രി സമിതിയിൽ മോഹൻലാലിന്റെ ഫിഗർ വെച്ച് ഞാൻ ഇനി ജീവിക്കും. അത് നല്ല കാര്യം സാറേ, ജീവിച്ചു പോവാ എന്തായാലും. സാഗർ എന്ന മിത്രത്തെ മാത്രമേ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. സാർ എന്തിനാ അയാളെ കൊന്നേ? ഇവനല്ലേ ഈ സ്കിറ്റ് എഴുതിയത്, അപ്പൊ ഇവനെ കൊല്ലട്ടെ. ഞാൻ ഇവിടെ നിന്ന് പുഴുങ്ങാൻ എത്ര നേരം. ഞങ്ങളും അപ്പൊ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ സ്വന്തം കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിൽ അടുത്തതായി ഞങ്ങൾ ഒരു പുതിയ സ്കിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹലോ, പിന്നെ ഞാൻ എന്നാത്തിന് ഇവിടെ നിക്കുന്നേ? അല്ല, ചേച്ചി പറഞ്ഞു വരുമ്പോ എന്തായാലും അത് ലാഗാവും. അപ്പൊ ഞങ്ങൾ സ്പീഡിൽ പറഞ്ഞ സ്കിറ്റ് പോവാലോ. ഓ, ഞാൻ പറഞ്ഞ ലാഗാവും. എന്നിട്ട് എന്തിയാ കൂടെ ഉള്ള ആരൊക്കെയാ പെർഫോം ചെയ്യുന്നത്? കൂടെ ആയുധത്തൻ, അശ്വജിത്ത്, പിന്നെ ഞാൻ തീർത്ത. എന്നിട്ട് എന്തിയാ അവരൊക്കെ എന്തിയേ? അവരുടെ എൻട്രി കുറച്ച് സർപ്രൈസ് ആണ്, അതുകൊണ്ട് അവരവിടെ ഇരിക്കുകയാണ്. സ്കിറ്റിലപ്പോ എന്താ ഒന്നും ഇല്ലേ? സ്കിറ്റ് അടിപൊളിയാണ്, വെയിറ്റ് ആൻഡ് സീ. ബാറ്ററി ചാർജ് ആയിക്കോളൂ. അപ്പൊ ചിരിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്, ചിരിക്കാൻ നിങ്ങൾ റെഡിയാണ്. കോമ്പറ്റീഷൻ ലെവലിലേക്കാണ് പിള്ളേര് സ്കിറ്റുമായിട്ട് വന്നിരിക്കുന്നത്. ലെറ്റ്സ് ഗിവ് them a good round of applause. All the best. മനം കവർന്നൊരെന്റെ പ്രേമ കാവ്യനായിക. ഈ കൊട്ടാരത്തിൽ അടുക്കളക്കാരിയായ ഞാനിപ്പോ ഇവിടെ എന്തൊക്കെ ചെയ്യണം? നൃത്തക്കില്ലാത്തപ്പോ ഡാൻസ് കളിക്കണം, തോഴിയില്ലാത്തപ്പോ വീശണം, ബടനില്ലാത്തപ്പോ കുന്തം പിടിക്കണം. ഇനി ഞാനൊരു കുന്തം പിടിക്കണില്ല. കാണുമ്പോ വലിയ ബാഹുബലിയുടെ കൊട്ടാരം, പക്ഷെ ഇതുപോലെ ദാരിദ്ര്യം പിടിച്ചൊരു കൊട്ടാരം ഞാൻ എന്റെ ജീവിതത്തിൽ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ ഇവിടുന്ന് എന്തോന്ന് കട്ടപ്പ? അയ്യോ, ഞാൻ ഒന്നും കട്ടില്ലപ്പ, ഞാനാണ് കട്ടപ്പ.
ഗുഡ്. ഇതെന്തോന്ന് കട്ടപ്പയ്ക്ക് ബാഹുബലിയുടെ എൻട്രി മ്യൂസിക്കോ? ഇനി ബാഹുബലി എന്തോ മ്യൂസിക് ഇട്ടോണ്ട് വരും. എടി, നിന്റെ ബാഹുബലി ഇതേപോലെ റേഷൻ കടയിൽ ചെന്ന് അരി ചുമന്നോണ്ട് വരൂ. അവിടെ നിന്ന് ഇവിടെ വരെ ചുമന്നോണ്ട് വന്നതും പോരാ മ്യൂസിക് ഇട്ടതാണ് തെറ്റ്. അയ്യോ ഇതൊന്ന് പിടിയടി. അയ്യോ ഹാർട്ടുകാര് സഞ്ചരിച്ചിട്ട് പനി അറച്ച് വന്നപ്പോഴേക്കും അങ്ങ് ഭയങ്കര ഭാരം. ഇനി തൊട്ട് മാസം 2 തവണ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടൂല. പിന്നെ എങ്ങനെയാ കട്ടപ്പ ഇപ്രാവശ്യം 2 തവണ ഒപ്പിച്ചേ? അതിനാ റേഷൻ കടയിൽ പോയി ചോദിച്ച് കോഴിക്ക് കൊടുക്കാൻ എത്തി അരി തരുമെന്ന് ചോദിച്ചു. അപ്പൊ അവര് തന്നു. ഓ കോഴിക്ക് കൊടുക്കാനുള്ള അരി കോഴിയുടെ തന്നെ കൊടുത്തു വിട്ടു. ആ അത് പറയൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം ആരാ കോഴിന്ന്. കോഴിയല്ല കോഴി. ആ പറയൂ. ഈ അരി കൊണ്ടുപോയി അകത്ത് വെച്ച് കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുപോവാ. ഈ കട്ടപ്പയ്ക്ക് വിശന്നിട്ട് പോയി. അല്ല കട്ടപ്പ, ഈ കട്ടപ്പയ്ക്ക് ആരാ കട്ടപ്പ എന്നുള്ള പേരിട്ടത്? അത് കട്ടപ്പനയിലുള്ള കുട്ടപ്പനാണ് കട്ടപ്പ. അതാ നായാട്ടിന് പോയ നമ്മുടെ ബാഹുബലി അല്ലേ വരുന്നത്. ഇത് എന്ത് പറ്റി ബാഹുബലിക്ക്? വെറുതെ കടന്ന പട്ടിയുടെ വായിൽ കമ്പിട്ട് കുത്തി കടിയും കിട്ടി. എങ്ങനെ? ആ വെറുതെ കടന്ന പട്ടിയുടെ വായിൽ കമ്പിട്ട് കുത്തി കടിയും കിട്ടി. ആരാ കടിച്ചത്? പട്ടിയാ കടിച്ചത്. എങ്ങനെയാ കടിച്ചത്? വാ കൊണ്ട കടിച്ചത്. ആരാ കടിച്ചത്? പട്ടിയാ കടിച്ചത്. എങ്ങനെയാ കടിച്ചത്? വാ കൊണ്ട കടിച്ചത്. എങ്ങനെ കടിച്ചു? അവന്ന് കടിച്ചു. എങ്ങനെ കുരച്ചു? അവന്ന് കുരച്ചു. ആരാ കടിച്ചത്? പട്ടിയാ കടിച്ചത്. ആരാ കടിച്ചത്? പട്ടിയാ കടിച്ചത്. അപ്പൊ ബാഹുബലി ഓട്ടം തുള്ളലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? കുറച്ച് ഓട്ടം തുള്ളൽ പഠിച്ചോണ്ട് പ്രജകളുടെ മുന്നിൽ നാണം കേണ്ടാണ്ട് ഇതുവരെ വരാൻ പറ്റി. അല്ല നായാട്ടിന് പോയ ബാഹുബലിക്ക് എന്ത് പറ്റി? നായാട്ടിന് പോയിട്ട് നായാട്ടി തന്നെ തന്നു. നോക്കിക്കൊണ്ട് കണ്ട എനിക്കൊന്ന് വീശിത്താ. യെസ് ബാഹുബലി. അയ്യോ മാമ കുത്താനില്ലടാ വീശാൻ. ഒന്നും പറ്റാനില്ലേ? സുഖമുണ്ടോ ബാഹുബലി? സുഖം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. പറയൂ ബാഹുബലി, എന്താണ് സംഭവിച്ചത്? മട്ടൻ നിന്റെ കണ്ണിൽ എന്താ കുരോ? എന്റെ തന്തയ്ക്ക് പട്ടി അടിച്ചെന്ന് നിനക്കറിയില്ലേ? അയ്യോ അതല്ല ബാഹുബലി, എന്താണ് സംഭവിച്ചെന്ന് വ്യക്തമായിട്ട് പറയൂ. ആ മാമ, ഞാന് നായാട്ടിന് ഇടത്തെ വശത്ത് കൂടെ പോകായിരുന്നു. അപ്പൊ വലത്തെ വശത്ത് മിണ്ടാണ്ട് ഒരു പട്ടി കടന്നു. അപ്പൊ ഞാൻ പട്ടിയുടെ വായിക്ക് ഒരു കമ്പെടുത്ത് കുത്തി മാമ. ആ പട്ടി എന്റെ ചന്തിയിൽ കടിച്ചു മാമ. കടിച്ചു. കൊല്ലണം മാമ. ആ പട്ടിയെ കൊല്ലണം മാമ. കിട്ടണം മോനെ, നിനക്കിത് തന്നെ കിട്ടണം. മിണ്ടാളെ പട്ടിയുടെ വായിൽ കമ്പിട്ട് നാന്ന് കഥാപ്രസംഗം പറയണം. കുട്ടപ്പന് നിങ്ങളെ പേരെന്തോന്നുവേ? കട്ടപ്പ. നിങ്ങളെന്നെ അടിമ മാത്രമാണ്. പാപ്പാണ്. എന്റെ തലയിലെത്തിരി മുടി മുളച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോയല്ലേ. അപ്പൊ മാമനും എന്നെ ഉപേക്ഷിക്കുകയാണല്ലേ? ഇനി എനിക്ക് വേറെ ആരുമില്ല. കട്ടപ്പല്ലേ എപ്പളാ ബെന്നിന്ന് കുത്താന്ന് പറയാൻ പറ്റില്ല. ഈ വാളിന് മുന്നിൽ നൂത്തുമ്പോഴേ മുറിച്ചല്ല, പിന്നീട് നൂത്തുമ്പോ മുറിയാണ്. ബാഹുബലി, ബാഹുബലി. അയ്യോ നേരത്തെ കടിച്ച പട്ടി എന്നെ വീണ്ടും കടിക്കാൻ വരുന്നു. ബാഹുബലി, ബാഹുബലി, ബാഹുബലി. പട്ടിയല്ല കുട്ടിയായിരുന്നു. ബാഹുബലി, ശത്രുക്കളെല്ലാവരും നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ഓ പിന്നെ ഇവിടെ ഒരു കൊട്ട മൊത്തം വളഞ്ഞിരിക്കാ. ഓ ബാഹുബലി അതല്ല, അവര് നമ്മളോട് യുദ്ധം ചെയ്യാൻ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ഇന്ന് അവരുടെ അടുത്ത് പോയിട്ട് പറ എപ്പോഴും വളഞ്ഞിരിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് നൂർന്നിരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ നടു വളയും. ബാഹുബലി അവര് നമ്മളെല്ലാവരും കൊല്ലും. ഓ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അപ്പോഴേ പറഞ്ഞു കിടന്ന് കീറില്ലെന്ന് തിരിഞ്ഞില്ല അങ്ങോട്ട്. അയ്യോ മാമ, വീണ്ടും വീണ്ടും എന്നെ കുത്തരുത്. തോന്നല്ലടോ വീശാൻ. മാമ ഇന്ന് നമുക്ക് എന്താ രക്ഷപ്പെടാനുള്ള ഒരു വഴിയുള്ളു? അതിന് എന്റെ ഒരു വഴിയുണ്ട്. അത് ഏത് വഴി മാമ? കാണുന്ന വഴി. അതൊരു ഞാൻ വലിയട്ടാ. അയ്യോ മാമ, ഞങ്ങൾക്ക് പിന്നെ വേറെ ആരുണ്ട് മാമ? വലിയല്ലേ മാമ? അയ്യോ രാജ്യം ഭരിക്കുന്ന ബാഹുബലി ഒന്ന് വാങ്ങണോക്ക്. വേറെ പ്ലാൻ ബി ഉണ്ട് എന്റെ. കാണുന്ന പന നമുക്ക് വളച്ചു ശത്രുക്കളെ നേരെ വിട്ടാലാ. പിന്നെ ഇവിടെ ഒരു തൊഴിനെ വളയ്ക്കാൻ പറ്റില്ലല്ലോ, പിന്നെയാണ് പന വളയ്ക്കുന്നത്. അല്ല പന വളയ്ക്കാൻ കയറി നമ്മുടെ ബടന്മാരെവിടെ? അവര് പനേരെ മുകളിൽ നിന്ന് പനങ്കള്ളു കുടിക്കും. ഓ ഇതിനൊക്കെ എന്റെ അപ്പൂപ്പനാവണം. പണ്ടേ അടയ്ക്കാൻ വരാർന്ന് വളച്ചു വിടുമായിരുന്നു. തള്ളി വിട എന്നാ വളച്ചു വിട്ടിട്ട് അവസാനം ആ അടയ്ക്കാൻ മരത്തിന്റെ വിറകെടുത്തിട്ട് തന്നെ അപ്പൂപ്പൻ അടക്കി. ഗുഡ് അപ്പൂപ്പൻ. ബാഹുബലി, ബാഹുബലി. അയ്യോ പട്ടി എന്നെ വീണ്ടും കടിക്കാൻ വരുന്നു. ബാഹുബലി, ബാഹുബലി.
ഗൗരി, നമ്മുടെ കൊട്ടാരത്തിന്റെ അകം മൊത്തം ശത്രുക്കൾ വളഞ്ഞിരിക്കുന്നു. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ്, 10 മടൽ ഓല വെട്ടിട്ട് ആ കാലകേൻ ഇട്ടോട്. എന്തിനാ? നാക്ക് പഠിച്ചിട്ട് വരണ്ടേ? അവൻ പറയണതൊന്നും എനിക്ക് മനസ്സിലാവില്ല. നിംട്ട നുണ്ട ശുക്രേ. ബാഹുബലി, നമ്മളിനി എന്തോ ചെയ്യും? അയ്യോ അങ്ങനാണെങ്കിൽ എന്റെ ഒരു വഴിയുണ്ട്. അതേത് വഴി? പറഞ്ഞ കുട്ടക്കകത്ത് കയറട്ട്. നീ ഇപ്പൊ എന്തിനാ എന്റെ കൊട്ടക്കകത്ത് കയറുന്നേ? എന്തായാലും യുദ്ധം പൊളിഞ്ഞ് എല്ലാം കുട്ടക്കകത്താവും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ കയറിയിരിക്കാം. എങ്ങനെയുണ്ട് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ? ഇവർക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ ഐ മീൻ ഇവരുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഏത് മറ്റേത്? കുട്ടികൾ ഇത്രയും വളരെ മനോഹരമായിട്ട് ഡയലോഗ് പ്രസന്റ് ചെയ്യുകയും സ്റ്റേജിൽ വളരെ നന്നായിട്ട് ആക്ട് ചെയ്യുന്നത് അവരെ സമ്മതിക്കണം. ബിഗ് ക്ലാപ്പ്. സൂപ്പർ 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 സൂപ്പർ. എടാ നമുക്ക് ഇനി അവരെ ഒന്ന് പേടിപ്പിച്ചാലോ? പേടിപ്പിക്കണം. നിന്റെ ഈ വേഷത്തില് നിന്റെ പെർഫോമൻസിലും ആണ് എല്ലാത്തിലും. ഗേൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇച്ചിരി എണ്ണയും കൂടെ ഇടണോടാ കാലില്. 2 കാലിലും ഇച്ചിരി വേണോ? ഏയ് ഞങ്ങളുടെ പെർഫോമൻസ് കണ്ടോളാം. ഞങ്ങളുടെ യൂണിവേഴ്സൽ താരം അതാ. വീണ്ടും ഇനി അടുത്ത ആരിതത്തിന്റെ വക ഒരു കവിത എന്തെങ്കിലും ഒരു പാട്ടിലും പാടറാ. പാട്ടാ? ആ. നീലവേ നീ തെളിയുന്ന മേലെ വാനിൽ മതിയേ, വാനിൽ നീ മണ്ണിൽ ഞാൻ, നീ എൻ്റെ സ്വന്തമേ. അമ്പിളിയേ കൺമുന്നിലായി വിരിയേ, എന്നരികത്തു നീ വരുമോ, പിരിയാതെ ചേരുമോ. നീ എൻ നെഞ്ചിനാഴമേ, നീ എൻ പാട്ടിനീണമേ, നീ നിറഞ്ഞുവൻ കനവാകെ, ഉയിരേ എൻ ജീവനേ എൻ സർവമേ. നമ്മള് ഏറ്റവും എന്താ പറയാ, ഈ ഒരു ഗെറ്റപ്പില് അപ്പൊ അതുകൊണ്ട് ഞാൻ അവനെ നോക്കിയില്ല. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കേൾക്കേണ്ടായിരുന്നു. അത് എനിക്ക് സത്യരാജ് സാറിനെ ഓർമ്മ വന്നു ഈ പാട്ട് പാടുന്ന. പിന്നെ നമ്മുടെ ബാഹുബലി, പാവം ഷഡ്ഡിയിട്ട ബാഹുബലി പക്ഷെ സൂപ്പർ. ഏത്? മറ്റേ ഷഡ്ഡിയല്ല, പിന്നെ എന്താ പറയാ ടൈമിംഗ് പറഞ്ഞ മോനെ. എന്റെ ടൈമിംഗ് സെൻസ് സൂപ്പർ. യു ആർ എ വെരി ഗുഡ് ആക്ടർ, വെരി ഗുഡ്. തീർത്ഥക്കുട്ടി നല്ലൊരു എനർജി ആയിട്ട് തന്നെയാണ് മോള് ചെയ്തത്. നല്ല കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഈ കാണിക്കുന്ന ആക്ഷനൊക്കെ വേറെ ആരെങ്കിലും പറഞ്ഞു തരുന്നതാണ് മോൻ? കൈ നിടുന്ന ഇവരെല്ലാരും അല്ലേ? കൈ നിടുന്ന സത്യത്തിൽ ഇവനെ കാണുമ്പോഴേ തങ്കച്ചേട്ടനെ ഓർമ്മ. തങ്കച്ചേട്ടന് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ആക്ഷിയായിട്ട് ഫില്ല് ചെയ്യണേ. ഇവൻ എന്തെങ്കിലും ഡയലോഗ് കിട്ടിയില്ല ഇവൻ ഡാൻസ് കളിച്ചോളാം. ഇതൊക്കെ അപ്പൊ നമ്മുടെ കുട്ടിപ്പട്ടാളം എത്രത്തോളം ബാറ്ററി ചാർജ് ആക്കി പൈസ നേടി എന്നുള്ളത് നമുക്ക് അറിഞ്ഞാലോ? അറിയാം. നീ പ്രതീക്ഷിച്ചില്ല ഇത്ര? ഞങ്ങൾ 21 കിട്ടുന്നതിന് അതിന്റെ കൂടെ എന്റെ ഒരു ഉമ്മ കിട്ടും. 21,000 rupees ആണ് നമ്മുടെ ഈ ടീമിന് ലഭിക്കുന്നത്. ട്രാൻസ്ഫർ ചെയ്തോളൂ. 1 2. നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കായി സ്കിറ്റ് അവതരിപ്പിക്കുന്നത് ബൈജുകുട്ടനും പ്രവീൺ മുഹമ്മയുമാണ്. ഈ സ്കിറ്റ് നമുക്കായി ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ശ്വേതമേനോൻ. എങ്ങനെയുണ്ട്? ഞാൻ വെളിയിന്ന് ഒരു പ്രസന്ററിനെ കൊണ്ടുവന്നാണ്, പക്ഷെ ആക്ച്വലി പുള്ളിക്കാരൻ നമ്മുടെ ആകാശവാണിയിൽ പ്രസന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇതാണ് കുറച്ചുകൂടി നല്ലതല്ലേ? ഇവളുടെ ആവശ്യമില്ല ചേച്ചി, വരുന്ന എല്ലാവരും നന്നായിട്ട് ചെയ്യും. അതാണ് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഈ ഒരു സാധനം കണക്ട് ചെയ്യാൻ ഒരാൾ വേണ്ടേ? ആ കണക്ഷന്റെ വയറാണ് ഞാൻ. എന്റെ ശബ്ദം കേട്ട് കേട്ട് നമ്മൾ ഇങ്ങനെ ഇതായിട്ടിരിക്കുമ്പോഴേ പുതിയൊരു ശബ്ദം കേട്ട മരുഭൂമിയിൽ മഴ പെയ്തൊരു ഫീൽ. അതും ആകാശവാണി എന്നൊക്കെ കേൾക്കുന്ന. അതെ. അല്ലെ തങ്കച്ചത് നമ്മുടെ ടി എ ചാൻ
ഭയങ്കര സന്തോഷായി വേറെ ഒരാള് അവതാരിക വന്നപ്പോ. അല്ല അതല്ല, ഞാനൊരു ചുരിദാർ ഇട്ടുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി ഞാൻ അങ്ങനെ ആലോചിച്ചു. തങ്കച്ചേട്ടൻ ഇരിക്കണൊക്കെ ബാംഗ്ലൂർ പബ്ബിലൊക്കെ ഈ ഡോണുകൾ ഗേൾ ഫ്രണ്ട്സ് വെച്ച് വന്നിരിക്കുന്നു. അതാണ് സെറ്റപ്പ്. നമ്മള് മറ്റേ അതിന്റെ മുതലാളിയുടെ ഫ്രണ്ട്സ് ആണ് നമ്മള്. അടുത്ത എപ്പിസോഡില് ചുരിദാർ ഇട്ടിട്ട് അവിടെ ആങ്കർ ചെയ്യണേ തങ്കച്ച. അതെ, ഈ മരുഭൂമിയിൽ രണ്ടുപേരും അവിടെ വെറുതെ നിൽക്കുന്നു. അവരുടെ പെർഫോമൻസ് കണ്ടാ നമുക്ക് അങ്ങ് ചിരിക്കാൻ റെഡി ആയിരുന്നു അല്ലേ? ഓക്കെ, ബാറ്ററി ചാർജ് ആയിക്കോ. Yes, ഇനി ബാക്കി നിങ്ങള് പൊളിക്ക, ചാർജ് ആക്കി തരാം. All the best. All the best. അയ്യോ എന്റെ അണ്ണൻ പോയേ, അയ്യോ എന്റെ അണ്ണൻ പോയേ, അയ്യോ അയ്യോ നല്ല തുമ്മലുണ്ടല്ലോ. ഇന്നലെ വെള്ളം മാറി കുളിച്ചാ? എടാ രമേശ, എന്റെ അച്ഛൻ പോയടാ. പോട്ടാ. നീ പോകല്ലേ, നീ ഇവിടെ ലൈറ്റ് ഇടാൻ വന്നല്ലേ, ലൈറ്റ് ഇട്ടിട്ട് പോയാ മതി. എന്റെ ദൈവമേ, ഞാൻ നിന്റെ ഒന്ന് സമാധാനിപ്പിച്ചല്ലേ, അല്ലാതെ ഞാൻ പോയതാണോ? എടാ എന്റെ അമ്മയുടെ കരച്ചിൽ നീ കേട്ടാ? ഒരു മെനകെട്ട കരച്ചിലല്ലേ. ചില സ്ഥലത്തൊക്കെ ചെന്നാ ഇത് രസമാണ് കേൾക്കാൻ അറിയാമോ? അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എടാ, അതിന് കേൾക്കാതിരുന്നാ പോരെ. പിന്നെ അതിനുള്ള സംഭവങ്ങൾ ഞാനിവിടെ സെറ്റ് ചെയ്താക്കിയല്ലേ. കാണ്. ലീല ലേറ്റൻ സൗണ്ട് ആൻഡ് DJ രമേശൻ ചപ്പിളിമുക്ക്. നീ എന്റെ ഈ അച്ഛന്റെ മരിപ്പ് നീ മെഗാഷോ ആക്കാൻ പോവാണോ? എടാ, ഇതൊക്കെ ഉണ്ടെന്ന് കാണിച്ചാലല്ലേ എനിക്ക് 10 വർക്ക് കിട്ടുള്ളൂ. പിന്നെ പൊക്കിള് കാണിച്ച് വർക്ക് ഡാൻസ് കളിക്കാൻ വന്നതല്ലേ? ഇതൊക്കെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കിയതാണ്. എന്റെ ദൈവമേ, ആദ്യമായിട്ട് അതിർത്തി കടന്നു വന്ന ഒരു ഏമ്പക്കം ഞാൻ കേൾക്കണം. എടാ, ഞാനും എന്റെ അനിയനും കൂടി 5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഈ സംഭവം വെച്ചത്. ഇത് എവിടെയെങ്കിലും കുത്തിക്കയറ്റിയില്ലെങ്കിൽ എനിക്ക് വേറെ വർക്ക് കിട്ടും. എന്നിട്ട് നിന്റെ അനിയൻ എന്തേ? എന്റെ അനിയൻ ആ മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഒരു കുരങ്ങനെ വളർക്കണ്. അവൻ ബുദ്ധിയുള്ളവനാ. അതുപോലെ നീ ഒരെണ്ണത്തിനെ വളച്ച് കെട്ടാൻ പാടില്ല, നിനക്കൊരു ജീവിതം കിട്ടിയാല്. അങ്ങനെ വളക്കണ കാര്യമല്ല പറഞ്ഞത്. ഇത് ലൈറ്റുള്ള കുരങ്ങൻ. അതായത് നമ്മൾ സ്വിച്ച് ഇടുമ്പോ തെങ്ങ കയറും, തേങ്ങയിടും, താഴെ വരും. ഈ മരിപ്പ് വീട്ടിലാണ് കുരങ്ങനെ തെങ്ങക്കേറ്റ് തേങ്ങ ഇടിക്കാൻ പോണത്. എന്നാ പിന്നെ തേങ്ങ ഇടിക്കണ്ട. സ്വിച്ച് ഇടുമ്പോ മറ്റേ കുരങ്ങൻ ഇങ്ങനെ തെങ്ങ കയറട്ടെ, എന്നിട്ട് ബോഡിയിൽ നോക്കി കരഞ്ഞിട്ട് താഴെ ഇറങ്ങി. ദൈവമേ, ഇതൊക്കെ എന്തിനാണ് നീ ഇവിടെ ചെയ്യണത്? എടാ, അതാണ് ലീല ലൈറ്റ് ആൻഡ് സൗണ്ട് ആൻഡ് DJ രമേശൻ ചപ്പിളിക്കുത്ത്. ലീല ലേറ്റൻ സൗണ്ട് ആൻഡ് DJ രമേശൻ ചപ്പിളിമുക്ക്. DJ രമേശൻ ചപ്പിളിമുക്ക്. അതിനാ അവിടെ കൊണ്ടുവച്ചേക്കണത്? അത് ഷാഫി. കൊല്ല ഷാഫിയാ? കൊല്ലമുള്ള കരുനാഗപ്പള്ളിയാണെന്ന് അറിയില്ല. പൈസ കൊടുത്ത് മേടിച്ചപ്പോ ഷാഫി ലൈറ്റ് ആണെന്നാ പറഞ്ഞത്. എന്റെ അമ്മയുടെ ഇയർബാൽസിന്റെ കംപ്ലൈന്റ് പറ്റിയ ലൈറ്റ് ആണ്. അതെങ്ങനെ? എടി, ഇത് സ്വിച്ച് ഇടുമ്പോ കണ്ടിട്ടില്ലേ, ഇങ്ങനെയല്ലേ കാണിക്കുന്നത്. അപ്പൊ അമ്മ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത് എങ്ങടക്കെ കറങ്ങണേന്ന് അമ്മ ഇങ്ങനെ നോക്കി 4 ദിവസം നോക്കിയുള്ളു. നമ്മുടെ ഇയർബാൽസിന്റെ കംപ്ലൈന്റ് മാറി. എന്തൊക്കെയാണെന്ന് നീ അതവിടെ നിർത്ത് മാറ്റിയത്? ഒരു കാര്യം ചെയ്യാം, ഞാനത് മാറ്റാം. അവിടെ 2 വെച്ചിട്ടുണ്ട്. അതവിടെ മസ്റ്റാ. എന്നത്? മോണിറ്റർ. ഇവിടെ മോണിറ്റർ എന്താണ് ഇവിടെ കൊണ്ട് വെച്ചേക്കണത്? കർമ്മം ചെയ്യണത് എവിടെയാണ്? ഇവിടെ ഇരുന്നോണ്ട്. കർമ്മി വന്ന് കർമ്മം ചെയ്യുമ്പോ കർമ്മിക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടണ്ടേ? നീ നോക്കിക്കേടാ, എന്റെ അച്ഛൻ കിടന്ന കട്ടില്. ഇനി ആ കട്ടിലെ ഞാൻ എങ്ങനെ നോക്കൂടാ? എടാ, അച്ഛൻ ആ കട്ടിലേക്ക് കിടന്നിരുന്ന കാലത്ത് മര്യാദക്കൊന്നും നോക്കിയിരുന്നെങ്കിൽ ഇപ്പൊ ജീവിച്ചിരുന്ന. എന്റെ അച്ഛന്റെ ആത്മാവ് മുകളിൽ ഇരുന്നോണ്ട് ഇതെല്ലാം കാണുന്നുണ്ട്. ഇപ്പൊ സമയം തായി ഒരു 5 മണി ആയിട്ടുണ്ടോ? അപ്പൊ നിന്റെ അച്ഛൻ മുകളിലില്ല. ആ പെണ്ണുങ്ങളുടെ കുളിക്കടയിൽ കൈതക്കാടില്ലേ, അതിന്റെ മറയിൽ ഒളിച്ചിരിപ്പുണ്ടാവും. എന്റെ രമേശ, മരിച്ചവരെ കുറിച്ച് നീ മോശം പറയരുത്, നല്ലത് മാത്രമേ പറയാവുള്ളടാ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ, അങ്ങനെ പറയാൻ മാത്രം നല്ലത് എന്തെങ്കിലും വേണ്ടേ? എന്റെ അച്ഛന്റെ ആഗ്രഹം എന്തായിരുന്നു? തെക്കേ പറമ്പിലെ മാവ് വെട്ടി ആ മാവ് കൊണ്ട് അച്ഛനെ ദഹിപ്പിക്കണമെന്നായിരുന്നു. എന്ത് കാര്യത്തിന്? 2 സെക്കൻഡിനുള്ളിൽ ഞാൻ പരിപാടി തീർത്ത് വീട്ടിൽ പോയി കാണിച്ചു തരാം. എങ്ങനെ? എടാ, കൂടെ സെറ്റപ്പാണ്. ഇങ്ങോട്ട് മാറി നോക്കിക്ക്. അതിനുള്ളതുള്ളൂ, അത് മതി. അതൊന്നും വേണ്ട, അച്ഛനെ മാവ് വെട്ടി തന്നെ ഞങ്ങൾ ദഹിപ്പിച്ചോളാം. അപ്പൊ എനിക്കൊരു വർക്ക് കിട്ടാൻ നീ സമ്മതിക്കൂല? ദഹനം കഴിഞ്ഞിട്ട് എനിക്ക് കടലിൽ പോണം. സാധാരണ എനിക്കൊക്കെ ദഹനം കഴിഞ്ഞാൽ ഞാൻ കക്കൂസിലാ പോണം. അതല്ലെന്ന്, അച്ഛന്റെ ദഹനം കഴിഞ്ഞ 5ാമത്തെ ദിവസം ആ ചിതാഭസ്മം എനിക്ക് കടലിൽ കൊണ്ടുപോയി ഒഴുക്കണം. ഇപ്പൊ പറഞ്ഞു നന്നായി. എന്ത്? അവിടെ വേറെ വർക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ആര് തരും? ഇത് പിടിച്ചേ. ഇതെന്നെ സംഭവം? സീരിയൽ ബൾബ്. ഇതെന്തിനാടാ? എടാ, നിന്റെ അച്ഛന്റെ ചിതാഭസ്മം വെക്കണ കൊടവില്ലേ, അതിന്റെ കഴുത്തിൽ മാല പോലെ ഇങ്ങനെ അലങ്കരിച്ചിട്ട് അങ്ങോട്ട് മിന്നിക്കാം. ഈ കൊടവിട്ടുണ്ടല്ലോ, മിന്നണ കൊടവിട്ട് നീ ഇങ്ങനെ കടലിലേക്ക് കിടക്കുമ്പോ ഈ കൂടിയിരിക്കണ നാട്ടുകാരും ബന്ധുക്കാരും കൗതുകത്തോടെ നോക്കിയിരിക്കും നിന്റെ അച്ഛനാ. എടാ, കടലിൽ കൊണ്ടുപോയി ഒഴുക്കുന്നത് എന്റെ അച്ഛന്റെ ചിതാഭസ്മ, അല്ലാണ്ട് അച്ഛന്റെ ഫ്ലോട്ട് അല്ല. ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മാത്രം. ചിതാഭസ്മം ഓക്കെ, പക്ഷെ എല്ലില്ലടാ. അത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് എടുക്കാം. എന്ത്? ആ വണ്ടറ പുറത്ത് മൊത്തം എല്ലൊട്ടിച്ച് വെച്ചാൽ. എടാ, ആ എല്ലല്ലെന്ന്. എടാ, അച്ഛനെ
ഒരു ആക്സിഡന്റ് അച്ഛന്റെ ദേഹത്തൊന്നും ഇല്ലില്ല, മൊത്തം പൊടിഞ്ഞു കംപ്ലീറ്റ് കമ്പി ആയിട്ടേക്കണത്. ഞാൻ മൈക്കോട് നോക്കിയിരുന്നു, നീ എന്നെ ചീത്ത പറഞ്ഞ പറഞ്ഞു. ആ മൈക്കിട്ട് നാട്ടുകാരോട് മൊത്തം വിളിച്ചു പറയണം. എന്ത് വിളിച്ചു പറയാ? അച്ഛന് എല്ലില്ല, മൊത്തം കമ്പിയാണെന്ന്. ഇത് അതെന്തിനാണ് ഞാൻ വിളിച്ചു പറയണത്? അതെന്തിനാണെന്ന് എടാ, ദഹനം കഴിഞ്ഞ് ചിതയിലേക്ക് നോക്കുമ്പോ നാട്ടുകാരുടെ ഇടയിൽ ചോദിക്കും, എന്ത് ആരാടാ ചിതയുടെ മുകളിൽ കൊട കൊണ്ടെന്ന് വെച്ച് കത്തിച്ചത്? എന്തായാലും എന്റെ അച്ഛനില്ലാത്ത വീട് എനിക്ക് ആലോചിക്കാൻ പറ്റണില്ലടാ. ഓടറാ, അച്ഛൻ ജോലിക്ക് പോയെന്ന് സങ്കല്പിച്ചാ മതി. അത് നടക്കത്തില്ല. അതെന്താ അത്? സങ്കല്പത്തിൽ പോലും അച്ഛൻ ജോലിക്ക് പോണ ഇഷ്ടമല്ല. ഒരു പുഴുങ്ങിയ തന്ത. ശ്ശെ. എന്തായാലും പൂജാസാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്ത് ചന്ദനത്തിന് ഞാൻ മേടിച്ചില്ല. അത് ആരെങ്കിലും പറഞ്ഞു വിട്ട് മേടിക്കട്ടെ. നിക്ക്, ചന്ദനത്തിന് എന്തിനാണ്? എടാ അച്ഛനെ തലയ്ക്ക് വെച്ച് പോയിക്കണ്ടേ? ചന്ദനത്തിന് വേണ്ട, പിന്നെ ഞാൻ സ്മോക്കർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിന്? തലക്കം ഭാഗത്ത് ഇരുന്ന് ഞാൻ പുകച്ച് തള്ളും. ഇതൊക്കെ എന്തിനാണ് നീ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യണത്? എടാ, അതാണ് ലീല ലൈറ്റ് ആൻഡ് സൗണ്ട് ആൻഡ് DJ രമേശൻ ചപ്പിളിക്കുന്ന്. കാണേ കാണണമില്ലേ? അപ്പൊ അത് പോയി. അയ്യോ, നീ ഇതൊന്ന് പന്തൊക്കെ ആയിട്ട് തീ കൊളുത്തണേ? അയ്യേ, അത് ശരിയായിട്ടില്ല. അയ്യോ, ചിതക്കല്ല തീ കൊളുത്താൻ പോണത്. പിന്നെ? നിന്റെ ലീല ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഇല്ലേ, അത് നിന്നെ വാരിക്കൂട്ടി ഞാൻ തീ വെക്കണ. അടിപൊളി സ്കിറ്റാണ്. ചപ്പിളി മുക്ക്. നമ്മൾ ഒരുപാട് ചിരിച്ചു. പക്ഷേ ഈ ചിരിച്ച സാധനങ്ങളൊക്കെ എത്രത്തോളം ബാറ്ററിയിൽ കേറിയിട്ടുണ്ടെന്നുള്ളതൊക്കെ ചേച്ചി എന്നാ പറയുന്നു? നോൺ സ്റ്റോപ്പ് ആയിരുന്നു. നല്ലൊരു നമ്മൾ പറയില്ലേ, ക്ലാരിറ്റി ഉണ്ടായിരുന്നു, നല്ല ആശയമായിരുന്നു, നന്നായി റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്, നല്ല സ്ക്രിപ്റ്റിൽ ഇരുന്നിട്ടുണ്ട്, ഭയങ്കര ഐ ലവ് ദി എനർജി, സൂപ്പർ. ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താ പറയുക, ഒരു സർപ്രൈസ് ഉണ്ട്, അത് പിന്നെ പറയാം. ശരി, നമ്മൾ ബാറ്ററി കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, ഡൺ. നമ്മുടെ ടീം യൂണിവേഴ്സൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സ്കിറ്റ്? മരിച്ച വീട്ടിലൊക്കെ ആ ദുഃഖം മറിക്കാനായിട്ട് ഇങ്ങനെ ഒരു പരിപാടി, മറ്റേ സംഭവം ലൈറ്റ് ആൻഡ് സൗണ്ട് എന്തെങ്കിൽ ദുഃഖമൊക്കെ പറഞ്ഞിട്ട് കുറച്ചേരെങ്കിലും എൻജോയ് ചെയ്യുമല്ലോ. അടിപൊളി ഐഡിയ. എന്തായാലും സൂപ്പർ ആയിരുന്നു, രണ്ടുപേരും കലക്കി. താങ്ക് യു. യെസ്, ഞാൻ കൊറേ ഇരുന്ന് ചിരിച്ചു കേട്ടോ. Non-stop, ഇനിയിപ്പോലെ non-stop. ഒന്ന് നമ്മൾ ചിരിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് അടുത്ത കൗണ്ടർ. ഈ മറ്റേ ഇതൊക്കെ നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ കറക്റ്റ് പോയിട്ടുള്ള എല്ലാവർക്കും വർക്കാവും. എന്താ അറിയോ, ഈ തെങ്ങിൽ കയറിയിട്ട് തേങ്ങ ഇടുന്ന കൊരകന്റെ സാരമില്ലേ, അത് എല്ലാ ഉത്സവപ്പറമ്പിലും വെച്ചിട്ടുണ്ട്. അല്ല, നാട്ടില് ഈ പരിപാടികളില് നമ്മൾ മരണ വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്നില്ല, പക്ഷെ തമിഴ്നാട്ടിലും ഉണ്ട്. അതെ, ലൈറ്റ് ഉൾപ്പെടെ. DJ ഉണ്ടോ? DJ ഉണ്ടോ? ലൈറ്റ് ഉൾപ്പെടെ. പിന്നെ അല്ലേ ചേച്ചി, തമിഴ്നാട്ടില് ശരിക്ക് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവര് കരയോന്നാ പറയണ. മരിച്ചാല് അവര് സന്തോഷിക്കും. കാരണം ജനിക്കുമ്പോ ഇനി ഇവൻ എന്തൊക്കെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാം. അല്ല, ഇവന് ഇനി എന്തൊക്കെ അനുഭവങ്ങൾ അനുഭവിക്കണം ഇവിടെ കിടന്നിട്ട് എന്നുള്ളൊരു അവര് കരയും. മരിച്ചാ എല്ലാം കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോയി. അതാ അവര് പാട്ടുപാടി കൊട്ടിക്കൊണ്ടു. വലിയ പ്രോഗ്രാറ്റൊക്കെയാണ് വെക്കുന്നവര്. നല്ല DJ എല്ലാം ഉണ്ടാവും. ഈ പുള്ളിയുടെ DJയില്, അതായത് ഈ പരിപാടിക്ക് ആദ്യം ഞാനും കൂടെ പോയിരുന്നു, ഡാൻസ് കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ ഇപ്പൊ സ്വന്തമായിട്ട് പരിപാടി പിടിക്കുമ്പോ നമ്മളെ വിളിക്കുന്നില്ല. അങ്ങനെയൊക്കെയാണോ? അങ്ങനെയാണ്. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ ഒരു ഡാൻസ് പരിപാടി ഇപ്പൊ സംഘടിപ്പിച്ചാലോ? കാരണം ഞാനും കൂടെ കുറെ നാള് കൂടെ നടന്ന് കഞ്ഞി കുടിച്ചതാണേ. പുള്ളി ഒറ്റയ്ക്ക് ഡാൻസ് കളിച്ചപ്പോ എനിക്കൊരു വിഷമം. പിന്നെ നിങ്ങൾ കഞ്ഞില് പാറ്റ ഇടേണ്ടി വന്നോ? അതിന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പിന്നെന്താ, വായോ, വിളിക്കുന്നില്ല മുതലാളി ഇപ്പോഴും. ഒന്ന് വിളിക്കണ്ട മുതലാളി. അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കൾ. അതെ, വർഷങ്ങൾക്ക് ശേഷം അവർ ഒന്നിക്കുകയാണ്. ഓ, എന്നെ സന്തോഷം നോക്കിയേ. സ്റ്റെപ്പൊക്കെ ഇടയ്ക്ക് ഒന്ന് വിട്ടുപോയി അല്ലേ? ഞാൻ അവിടെ നിന്ന് കണ്ടായിരുന്നു. രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിന്നോ? അതെങ്ങനെ? അത് തന്നെ, അത് തന്നെ. അടുത്ത നെക്സ്റ്റ്.
സൂപ്പർ. കുറെ കാലത്തിന് ശേഷം എന്റെ ആശയം എനിക്ക് കാണാൻ പറ്റി. ഡാൻസ് കിടിലമായിരുന്നു. ഇനി അടുത്ത തങ്കച്ചൻ ചേട്ടാ. തങ്കച്ചൻ ചേട്ടന്റെ കയ്യിൽ ഒരു പെർഫോമൻസ് ഉണ്ട്, മരണ വീട്ടിലെ റാപ്പ് സോങ്. അല്ല, ഇനി ആ കാലഘട്ടം നമ്മളെ കേരളത്തിൽ വന്നുകൂടാന്നില്ല. അങ്ങനെ അഥവാ വരണമെന്നുണ്ടെങ്കിലും പിന്നെ തമിഴ്നാട്ടിലൊക്കെ വേറെ രീതിയിലൊക്കെ പാടുന്നു. ഇപ്പൊ കേരളത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ആ പാട്ട് ഇങ്ങനെ ആയിരിക്കും. അതെ. എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയേ, എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയേ, എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയേ, എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയേ, ഞങ്ങൾക്കാരുണ്ട്, ഞങ്ങൾക്കാരുണ്ട്, ഞങ്ങൾക്കാരുണ്ട് മാമാ. എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയേ, എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയേ, എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയേ, എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയേ, ഞങ്ങൾക്കാരുണ്ട്, ഞങ്ങൾക്കാരുണ്ട്, ഞങ്ങൾക്കാരുണ്ട് മാമാ. പൊളി 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 പൊളി. ഇതിന് കോപ്പിറൈറ്റ് ഉണ്ട്, നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും അല്ലെ? ഉണ്ടായിരിക്കാം, ഉണ്ടായിരിക്കാം. ഇനി ഇത്രയൊക്കെ ചാർജ് ആയ സ്ഥിതിക്ക് നമ്മുടെ ബാറ്ററി ഇവർ സ്കിറ്റ് കളിച്ച് എത്രത്തോളം ചാർജ് ആക്കി എന്നുള്ളത് നോക്കാം. ദേ നോക്കിക്കോ. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചാർജ് കണ്ടു കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസ് വെച്ചിട്ട്. എന്താ അറിയോ, 6 minutes 6 seconds മുമ്പേ ആണ് നിങ്ങൾ തീർത്തത്. 5 minutes 54 seconds. 6 seconds കൂടി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ 2 or 3,000 കയറിയത്. 6 മിനിറ്റാണ് സമയം. അത്ര നല്ല പെർഫോമൻസ് ഈ വേദിയിൽ വന്നിട്ട് ഇത്ര ആക്യുറേറ്റ് ആയിട്ട് മാറ്റർക്ക് മാറ്റർ വന്ന ഇതാ. സൂപ്പറായിരുന്നു. അപ്പൊ പിന്നെ കൈയോടെ അങ്ങ് കൊടുത്താലോ? പിന്നെ ഇതാ ചൂട് ചൂട്. തങ്കച്ചൻ ചേട്ടൻ അങ്ങോട്ട് മാറിപ്പോയ പൈസ ഒക്കെ കിട്ടാറായപ്പോ. അല്ല അത് കടം മാറ്റ പൈസ തരണേ. കഴിഞ്ഞ വർഷം 9 മണിക്ക് മുമ്പ് ഓടിയത് ഓർമ്മയുണ്ടോ? ായിരിക്കാണ് എമൗണ്ട്. സന്തോഷായില്ലേ? ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നമ്മളെ എന്റർടൈൻ ചെയ്യിച്ചു. സ്കിറ്റ് മാത്രമല്ലായിരുന്നു, നിങ്ങളുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. ആ 6 secondsന്റെ കുറവ് ഇനി മാറ്റണം. കറക്റ്റ് ഓൺ ഡോട്ട് നിർത്തണം. തീർച്ചയായിട്ടും അതിൽ കുറെ ആയിരങ്ങൾ കൂടെ വാഴാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റർ. വളരെയധികം എക്സൈറ്റ്മെന്റോടെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ സ്വന്തം ചേച്ചി ശ്വേത ചേച്ചി നമുക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തന്ന ഒരു ഗെയിം ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. അതായത് സൗണ്ട് ആൻഡ് എക്സ്പ്രഷൻ ഗെയിമാണ്. നമ്മളെല്ലാവരും ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. എക്സ്പ്രഷൻ ഇടും, പക്ഷെ നമ്മുടെ പാർട്ട്ണർ ആയിരിക്കും അതിനുള്ള സൗണ്ട് ഇടാൻ പോകുന്നത്. അറിയാലോ ആ ഗെയിം എന്താന്നുള്ളത്. സോ റാൻഡംലി നമ്മൾ എക്സ്പ്രഷൻ ഇടും, അതിനനുസരിച്ചുള്ള സൗണ്ട് വേറെ ആളായിരിക്കും. സൈലന്റ് പാർട്ണർ ആയിക്കോട്ടെ. നീ എന്റെ സൈലന്റ് പാർട്ണർ അല്ല, ഞാൻ സൈലന്റ് പാർട്ണർ, നീ സൗണ്ട് ഉണ്ടാക്കുന്ന പാർട്ണർ. ഇവിടെ ശ്രീവിദ്യക്ക് വേണ്ടി നമ്മുടെ സൗണ്ട് തങ്കച്ചൻ ചേട്ടൻ. അല്ലല്ല, എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ സംസാരിക്കാം, ചേട്ടൻ ആക്ഷൻ ഇട്ടോ. എന്റെ ദൈവമേ, എനിക്ക് പൊളിക്കും. ശരി, ഞാൻ ആദ്യമായിട്ടാണ് വേറെ ആൾക്ക് വേണ്ടി ഡബ് ചെയ്യുന്നത്. കാര്യമില്ല, നീ നിനക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടോ? അവൾക്കും വേറെ ആൾക്കാരെ ഡബ് ചെയ്തു. ആദ്യം എക്സ്പ്രഷൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കാണട്ടെ. ആണ്ടേ, ഇതെന്തോന്ന് ഇത്? മുഖത്ത് മുഖം വരണം, മുഖത്ത് കാണട്ടെ. മുഖത്ത് വരണുണ്ടാ. അതിന്റെ നിനക്ക് അല്ല, കോട്ടൊക്കെ ഇട്ട് എൻട്രി കൊടുത്തിട്ടേ ഒരു മനുഷ്യൻ. കൊള്ളാം. ഈ സ്പിരിറ്റിന് നമ്മൾ നല്ലൊരു കൈയടി കൊടുക്കാം. എനിക്ക് ഇതിന് ഡബ് ചെയ്യണം, ഡബ് ചെയ്യണം. ശരി, അപ്പൊ ഒന്നും കൂടെ എക്സ്പ്രഷൻ വേണം. മനസ്സിലായി. മുഖത്തിട്ടാ മതി. ആക്ഷൻ. കിട്ടി. അതായത് വലിയൊരു ലുക്കിലുള്ള വന്ന വലിയ ഡോബർമാൻ പോലത്തെ ഒരു പട്ടിക്കുഞ്ഞ്. പക്ഷെ അന്ന് കഴിഞ്ഞപ്പോ കുഞ്ഞു സൗണ്ട്. അതല്ലേ ഉദ്ദേശിച്ചേ? അതെ, ഇത്രേ മൂത്രം ഒഴിച്ചുള്ളൂ. പക്ഷെ അതില് ഈ സൗണ്ട് അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത്രേ ഉണ്ടായിരുന്നു. ചില പട്ടികൾ അത്രേ ചെയ്യുള്ളൂ. ആ പട്ടിക്ക് മൂത്രത്തിൽ കല്ലായിരിക്കും. അപ്പൊ അവരുടെ ടീം കഴിഞ്ഞിരിക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നു പ്രിയ സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ ശക്തരായ ടീം. മര്യാദയ്ക്ക് ചെയ്യും, പറഞ്ഞ് ബിൽഡപ്പ്. ആദ്യത്തേത്
Ready? 1, 2, 3. അല്ല അതല്ല കുറച്ചും കൂടി ചിരി വന്നവർക്ക് ഇല്ല മാറ്റി വിട്. വേറെ എക്സ്പ്രഷൻ വേണോ? ശരി 1, 2, 3 ഗോ. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ എന്നാ അടുത്തത്. നിനക്ക് നന്നായിട്ട് ചേരണ്ട കേട്ടാ. ഓക്കെ 1, 2, 3. എടി നീതേ ടെലികാസ്റ്റ് വരുമ്പോ കാണല്ലേട്ടാ. ഞാൻ കാണില്ല, ഞാൻ പിടിച്ചു. നാലാളറിയുന്ന ഒരു ഷോയുടെ ആങ്കർ അല്ലേ നീ? നീ എവിടുന്നാ വന്നത് ഈ ഷൂട്ടിന്? ഞങ്ങൾ കാണിച്ച ഒരു അല്പം സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നല്ലടാ എന്താ ഞങ്ങൾ കാണിച്ചത്. ഞാൻ കണ്ടായിരുന്ന ഇനി തിരിച്ച് ഒരു തവണ തിരിച്ച് അവര് ചെയ്തു കേട്ടോ. അവർക്ക് ഒരു അവസരം കൊടുക്കാം. ശ്രീവിദ്യയുടെ എക്സ്പ്രഷൻ ആണ് ഞങ്ങൾക്ക് കണ്ടത്. തങ്കച്ചൻ ചേട്ടനായിരിക്കും വോയിസ് ഓവർ കൊടുക്കുന്നത്. 1, 2, 3 ഫസ്റ്റ്. അതല്ലല്ല നിന്റെ വേറെ ആയിരുന്നു. ആണോ? ചുണ്ട് മുകളിലേക്ക് എന്റെ ചുണ്ട് താഴെ. അതാണ് expression മുദ്ര കണ്ടല്ലോ. ശ്രദ്ധിക്കണം. 1, 2, 3 ഗോ. ശരി അടുത്തത് പഴയ ഓർമ്മകളല്ലേ? തങ്കച്ചൻ ചേട്ടാ. ഓക്കെ. അതിലെങ്ങനെ കാണിക്കുന്നത്? ഓ പിന്നെ അത് അറിയാത്ത പോലെ ആ മിഥുന ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾ കളിക്കുന്നത് നാട്ടുകാർ കാണാൻ. ഓക്കെ നെക്സ്റ്റ്. ഇനി ഒരു എക്സ്പ്രഷൻ ഉണ്ട്. എനിക്ക് പറ്റുമോ നോക്കട്ടെ. ക്വാർട്ടർ തീർന്നില്ല. ഇതാണോ? ആ ഓക്കെ ശരി. ഇത് 1, 2, 3, 4 ചെയ്യ്. ഒന്നുകൂടി ചെയ്യ്. ഒറ്റ എക്സ്പ്രഷനിൽ ഫയർഫോഴ്സ് ഒന്നുകൂടി ചെയ്യ്. നേരം വെളുത്ത അങ്ങനെ പറഞ്ഞു. നേരം എന്തായാലും ശ്വേത ചേച്ചി ഹാപ്പി ആണോ? ഞങ്ങൾ പെർഫോം ചെയ്ത് ഇനി ഇതുപോലെ ഗെയിംസ് ഒക്കെ സെൻഡ് ചെയ്യണം. ഈ സമയത്ത് ഞാൻ സത്യമായിട്ട് നോബിയും ഡയനേനെയും മിസ് ചെയ്യുന്നു. നോബിന്റെ എക്സ്പ്രഷൻ അതാണ് അതുകൊണ്ടാണ്. ഡയാന ഡബ് ചെയ്ത് മരിച്ചാണ്. എന്തായാലും നോബി ഡയന വന്നാൽ എന്തായാലും. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഞാൻ ആ ഗെയിമിൽ ഇറങ്ങില്ല. നീ പറയുമ്പോ ഞാനിവിടെ ആക്ഷൻ ഉണ്ട്. ശരി ചെയ്തോളൂ. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.